ഹലോ ഫ്രണ്ട്സ്, റമദാൻ ഒന്നായിക്കൊണ്ട് അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. ആദ്യം നോക്കിയപ്പോൾ നല്ല ഇരുട്ടായിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പോയി ലൈറ്റ് ഇട്ടു കേട്ടോ. ലൈറ്റ് ഇട്ടൊന്ന് ആ തണുപ്പത്തൊന്ന് ഇറങ്ങി ഒന്ന് നോക്കിയതാണേ. അന്തരീക്ഷമൊക്കെ നല്ല കൂളായിട്ട് നമ്മുടെ ചെടികളൊക്കെ നല്ല സൂപ്പറായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ആ ഒരു ഇതിൽ എല്ലാവരെയും ഒന്ന് കണ്ട് ചെടികളെല്ലാം ഒന്ന് നോക്കി. അത്യാവശ്യം നമ്മുടെ അന്തരീക്ഷം ഇങ്ങനെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ അകത്തോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് കടന്നു. പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഉണർന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റോസയൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട്. നല്ല പൂവാണ്. നമ്മൾ DAP ഒക്കെ ഇട്ട് കൊടുത്ത കാര്യമൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് നിറയെ പൂക്കളൊക്കെ ആയിട്ട് നമ്മുടെ ഗാർഡൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല പൂക്കളാണ് രാവിലെ തന്നെ നമുക്ക് കാണാൻ കിട്ടുന്നത്. വൈറ്റ് റോസയൊക്കെ ചെറിയ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ പൂക്കളെയൊക്കെ ഒന്ന് കണ്ട് ഫുള്ള് നമ്മളിങ്ങനെ രാവിലെ ഒന്ന് നോക്കുമ്പോൾ നല്ലൊരു മനസ്സിനൊരു പോസിറ്റീവ് എനർജി തോന്നും കേട്ടോ. നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുമ്പോഴൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ. നമ്മുടെ ജമന്തിയിലൊരു ചെറിയ പുഴുവിൻ്റെ ഒരു ശല്യം പോലെ തോന്നുന്നുണ്ട്. അതൊന്ന് മാറ്റി വെക്കണം അവിടുന്ന് വെയിലത്തോട്ട്. പിന്നെ നമ്മുടെ പച്ചമുളക് തൈയും കാന്താരിയുടെ തൈയും അങ്ങനെ കുറച്ച് ഇതെല്ലാം കൂടി ഞാൻ ഒരു ഗ്രോ ബാഗിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ കുറച്ച് ക്ലീനിങ് തൂത്തൊക്കെ വരാനുണ്ടായിരുന്നു. അതിനിടയ്ക്ക് കൂടി നമ്മളതെല്ലാം ചെയ്തു. അപ്പോഴത്തേക്കും വൈകിട്ടത്തേക്കുള്ള ചിക്കനും പിന്നെ ജ്യൂസ് അടിക്കാനുള്ള മുന്തിരി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അകത്ത് തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ടല്ലേ കിച്ചൺ ഡ്യൂട്ടീസ് വരുന്നുള്ളൂ. അതുകൊണ്ട് നേരത്തെ കുളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടക്കുകയൊക്കെ ചെയ്തിട്ട് പതിയെ കിച്ചണിലോട്ട് കയറിയാൽ മതിയല്ലോ. അതിനുവേണ്ടി ഞാൻ മുന്തിരിങ്ങ തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതുള്ളേ. ജ്യൂസ് അടിക്കാൻ വേണ്ടി. ഇനി അത് തണുക്കാൻ വയ്ക്കണം. പിന്നെ ചിക്കന് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സവോളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് പെട്ടെന്ന് നമ്മുടെ പുതിയ കുക്കറാണ് കേട്ടോ. പുതിയ കുക്കറിൽ തന്നെ ഇന്ന് ചിക്കൻ കറി വെക്കാമെന്ന് ഓർത്തു. ഗ്രീൻ ഷെഫിൻ്റെ കുക്കറായിരുന്നു. അതിൽ പെട്ടെന്നൊരു ചിക്കൻ കറിയും കൂടി റെഡിയാക്കി വെക്കുവാണെങ്കിൽ പിന്നെ വൈകിട്ടത്തെ പണി എളുപ്പമുണ്ടല്ലോ എന്നോർത്താണേ. അതുകൊണ്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വഴറ്റി എല്ലാം ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഞാൻ ആ കുക്കറിൻ്റെ ആ ഒരു ഇതിന് വേണ്ടി ജസ്റ്റ് ചിക്കൻ കറി വെക്കുന്ന ഒരു ഇത് എടുത്തതേ ഉള്ളൂ. പിന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഫിസിൽ വരുമ്പോഴത്തേക്കും കറി റെഡി ആവുമല്ലോ. പിന്നെ നമ്മൾ പാത്രവും എല്ലാം കഴുകി അവിടെ എല്ലാം നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ടത്തെ പണിയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഓർത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ മുന്തിരി, അത് ജ്യൂസ് അടിച്ചേക്കാന്ന് ഓർത്തു. അതാകുമ്പോൾ തണുത്തിരിക്കുമല്ലോ. ഇങ്ങനെ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്ന ആരൊക്കെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് നമ്മൾ സാധാ മുന്തിരി ജ്യൂസ് അടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചുണ്ടിൻ്റെ മേളിൽ ഇങ്ങനെ ചൊറിയുന്നൊരു ഫീൽ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് മുന്തിരി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കും. അപ്പോൾ അതിൻ്റെ കളറ് മാറും കേട്ടോ. എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കുവേ. അതാകുമ്പം നല്ല ലൂസായിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ കുറുകിയിരുന്നാലും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി തന്നെ നമ്മൾ ആ ജ്യൂസ് എടുക്കണം. അങ്ങനെ അത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഇഷ്ടം. അത് കഴിഞ്ഞ് മുന്തിരി ജ്യൂസൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. ഇനി ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.